രാജഗോപാൽ സാർ നമസ്കാരം. നമസ്കാരം. സാർ, നിയമസഭാ മന്ദിരം ഒരു മ്യൂസിയം ആവാൻ പോവുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ സാധാരണ നിയമസഭാ മന്ദിരത്തിൽ നമ്മൾ കാണുന്ന ശിവൻകുട്ടിയുടെ സൂമ്പ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ അല്ലെങ്കിൽ പിന്നെ ഭരണിപ്പാട്ട്, ഇതൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ ഇനി മുതൽ അവിടെ നിന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, തിരുവനന്തപുരത്ത് സൂ ഉണ്ട്. സൂവിൽ നമ്മൾ കുറേ വന്യമൃഗങ്ങളുടെ ശബ്ദം കേൾക്കാറുണ്ട്. അതുപോലെ ഈ നിയമസഭാ മന്ദിരത്തിൽ നിന്ന് മൃഗങ്ങളുടെ ശബ്ദമാണ് കേൾക്കാൻ പോകുന്നത്. ഞാൻ എന്താണെന്നുള്ള കാര്യം പറയാം. അതായത് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് ഇനി രാഹുൽ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് നിയമസഭാ മന്ദിരത്തിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അഥവാ ചിലപ്പോൾ രാഹുൽ പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും എഴുന്നേറ്റ് കൂവുമായിരിക്കും. അത് നമ്മളങ്ങ് സഹിച്ചു. പകരം മുകേഷ് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തിരിച്ച് കൂവും. കോഴി കൂവുന്ന പോലെ അങ്ങ് കൂവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൂവാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ശശീന്ദ്രൻ വരുമ്പോൾ എന്താ പറയുക, വിത്തുകാളയുടെയൊക്കെ സൗണ്ടാണ് നമുക്ക് ശശീന്ദ്രൻ ഇടാൻ പറ്റുള്ളൂ. കാരണം അത് പല പല മൃഗങ്ങളുണ്ടല്ലോ, കോഴിയുണ്ട്, വിത്തുകാളയുണ്ട്, ഇങ്ങനെ. ഇപ്പോൾ വിത്തുകാളയുടെയൊക്കെ ശബ്ദം എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് കോഴിയൊക്കെ ഒരുവിധപ്പെട്ട ചെറിയ കുട്ടികളും കാണിക്കും അതൊക്കെ. വിത്തുകാളയുടെയൊക്കെ കുറച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മിമിക്രി പഠിക്കാനായിട്ട് ഇപ്പോൾ രാഷ്ട്രീയക്കാർ കലാഭവനിൽ പോകേണ്ട ഒരവസ്ഥയാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. കാരണം ഈ പല പല തരത്തിലുള്ള കോഴി തന്നെ, കാട്ടുകോഴി, അങ്ങനെ പല പല കോഴികളുണ്ട് ഈ നിയമസഭാ മന്ദിരത്തിൽ. അപ്പം ഈ എന്താ പറയുക, അങ്ങനെ പല ഇതിലുണ്ട്. അപ്പം അതുകൊണ്ട് ഈ മിമിക്രി പഠിക്കാൻ പോകുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം ഈ നിയമസഭാ മന്ദിരത്തിൽ ഈ പറയുന്ന എന്താ പറയുക, ഇങ്ങനത്തെ നാടകങ്ങൾ അരങ്ങേറുമ്പോൾ നമ്മളിത് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ ജനങ്ങളുടെ ഒരു ഗതികേടല്ലേ ഇത്? അതെ, തീർച്ചയായിട്ടും വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. അദ്ദേഹം കെ മുരളീധരൻ എന്ന് പറയുന്നത് കോൺഗ്രസ് പഴയ KPCC അധ്യക്ഷനാണ്, കോൺഗ്രസിന്റെ സമ്പന്നതനായ നേതാവാണ്. അദ്ദേഹം അങ്ങനെ വെറുതെ പറഞ്ഞൊരു പ്രസ്താവനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞത് നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ, ഈ സെപ്റ്റംബർ 15 ചേരുന്ന സമ്മേളനത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തടയുമെന്ന് തോന്നുന്നില്ലെന്നാണ് പറഞ്ഞത്. ആര് തടയുമെന്ന് തോന്നുന്നില്ല. പകരം അവിടെ സംഭവിക്കാൻ ഇടയുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെ സംസാരിക്കാൻ സ്പീക്കർ അനുവദിക്കുകയാണെങ്കിൽ, ഇപ്പൊ സ്വതന്ത്ര MLA ആണല്ലോ, സ്വതന്ത്ര MLA ആയതുകൊണ്ട് അദ്ദേഹത്തെ സംസാരിക്കാൻ സ്പീക്കർ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില എതിർ ശബ്ദങ്ങളൊക്കെ ഭരണകക്ഷി ഭാഗത്തു നിന്നുണ്ടാകാം. അവര് പരമാവധി ചെയ്യാവുന്നത് പൂവൻ കോഴിയുടെ ശബ്ദത്തിൽ കൂവുമായിരിക്കും. അതാണ് മുരളീധരൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ പൂവൻ കോഴി കൂവി നിയമസഭയ്ക്കകത്തില്ല അങ്ങനെ വല്ലതും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, മുകേഷ് എഴുന്നേൽക്കുമ്പോൾ, സിനിമാ നടൻ മുകേഷും കൊല്ലം MLA എഴുന്നേൽക്കുന്ന സമയത്ത് ഞങ്ങളും തിരിച്ചു കൂവും, പൂവൻകോഴിയുടെ ശബ്ദത്തിൽ കൂവും. അത് മാത്രമല്ല, മന്ത്രി ശശീന്ദ്രനുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞങ്ങൾ പൂച്ചയുടെ ശബ്ദത്തിൽ മ്യാവൂ മ്യാവൂ എന്ന് കരയുമെന്നുമാണ് പറഞ്ഞത്. ശശീന്ദ്രന്റെ പഴയ സംഭവം അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ പൂച്ച ശബ്ദം ഉണ്ടാക്കും. ഇനിയും വരാനുള്ള ഒരു ജീവി എന്ന് പറയുന്നത്, ഈ പറയുന്ന മൃഗം എന്ന് പറയുന്ന വിത്തുകാളയാണ്. വിത്തുകാളയുടെ ശബ്ദം ഉണ്ടാക്കാൻ ഇത് പറഞ്ഞൊരു സർവ്വസാധാരണമല്ലാത്ത ശബ്ദം ആയതുകൊണ്ടും മിമിക്രിക്കാർ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ടും വിത്തുകാളയുടെ ശബ്ദം എന്താണെന്ന് അങ്ങനെ ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് ഒരു പക്ഷേങ്കില് മുമ്പേ വിജയ് സൂചിപ്പിച്ചത്, ഇവരൊക്കെ കലാഭവനിലേക്ക് MLA മാർ ഓടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കലാഭവൻ എന്ന് പറയുന്ന ആബിരച്ചൻ സ്ഥാപിച്ച വളരെ പ്രസിദ്ധമായ സ്ഥാപനമാണല്ലോ അത്. മിമിക്രി കലാകാരന്മാർ, നമ്മുടെ ജയറാം അടക്കമുള്ള, കലാഭവൻ മണി അടക്കമുള്ളവരെയൊക്കെ സൃഷ്ടിച്ചെടുത്ത സ്ഥാപനമാണ്. അവിടെ പോയി മിമിക്രി പഠിച്ചിട്ട് മിക്കവാറും ഈ 15 ദിവസത്തിനകം സഭയിൽ ഹാജരാകാൻ സാധിക്കൂ എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. അങ്ങനെ പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ MLA മാരൊക്കെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വളരെ മിടുക്കന്മാരാണ്. അവർ പലരും പല രംഗത്തൊക്കെ നല്ല മിടുക്ക് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ ആരും അങ്ങനെ മിമിക്രി ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ മിമിക്രി കലാകാരന്മാരാരും MLA മാരെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പഠിക്കണം. പഠിക്കുമ്പോ കോഴി കൂവുന്ന ശബ്ദമാകണം. അല്ലെന്നുണ്ടെങ്കിൽ പൂച്ച കരയുന്ന ശബ്ദം തന്നെ വരണോ അവിടെ? അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ പണ്ടൊരു സിനിമയില്ലേ, ഫ്രണ്ട്സ് എന്നുള്ള സിനിമയ്ക്കകത്തിന് ശ്രീനിവാസനെ പറ്റിയ പോലെ അബദ്ധം വരും. ഈ നടൻ ജയറാം നായികയുടെ മുറിയിലേക്ക് കയറുമ്പോൾ ഞാനൊരു ശബ്ദം ഉണ്ടാക്കാം, കിളി കരയുന്ന ശബ്ദം ഉണ്ടാക്കാം എന്നൊക്കെ പറയും. പക്ഷെ അവസാനം സമയം വരുമ്പം ഇയാൾക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പിന്നെ കൈകൊണ്ടും ചുണ്ടുകൊണ്ടും എന്തൊക്കെയോ ആംഗ്യങ്ങളൊക്കെ കാണിക്കുകയാണ്, അവസാനം പിടിക്കപ്പെടുകയും ചെയ്യും. എന്ന് പറഞ്ഞ പോലെ അബദ്ധങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നല്ല ട്രെയിനിങ് എടുക്കുന്നത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് വരാൻ പോകുന്നതെങ്കിൽ, മുരളീധരന്റെ വാക്കുകൾ നമ്മളെ മുഖവിലയ്ക്കെടുത്താൽ അത്തരത്തിലുള്ള പരിപാടി വരാൻ പോകുകയാണെങ്കിൽ നല്ല ട്രെയിനിങ്ങോട് കൂടി പോകാവേ എന്നാണ് നമുക്ക് പറയാനുള്ളത്.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി, നിയമസഭയിലെ ഭാവി സ്പീക്കർ ഷംസീറിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അദ്ദേഹമായിരിക്കും തീരുമാനിക്കുന്നത്. അത് സത്യവുമാണ്. സ്പീക്കറാണ്. സ്പീക്കർക്ക് ഇപ്പോഴേ പിന്നെ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പോയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇദ്ദേഹം പ്രതിസ്ഥാനത്തുള്ള ആളാണ്, അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം, അതുകൊണ്ട് സഭയിൽ കയറ്റാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പല വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ അതിനു മുമ്പ് എന്തെങ്കിലും ചിലപ്പം സംഭവിക്കാം. ഇപ്പൊ ക്രൈംബ്രാഞ്ച് വളരെ ഊർജിതമായിട്ട് മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തില് ആരോപണം കേസ് കൊടുത്തവരുടേത്, കേസ് കൊടുക്കുകയും മറ്റ് ആരോപണം ഉന്നയിച്ചവരുടെയൊക്കെ മൊഴി ക്രൈംബ്രാഞ്ച് എടുക്കുകയാണ്. വളരെ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ഡിവൈഎസ്പി അങ്ങ് മാറ്റിയിട്ട് വളരെ ദ്രുതഗതിയിൽ അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ പീഡനത്തിനിരയായെന്ന് പറയുന്നവര് ആരും ഇതുവരെ വന്നിട്ടില്ല. പ്രത്യക്ഷമായിട്ട് അങ്ങനെയുള്ള ഇരകളുടെ മൊഴിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ എങ്കിലും സാഹചര്യ തെളിവുകളോ മറ്റോ ഒക്കെ വെച്ചിട്ട്, അതോടൊപ്പം തന്നെ ശബ്ദം രാഹുലിന്റേതല്ലെന്ന് രാഹുൽ പറയുന്നില്ല. അതിന്റെ ഇനിയും ശാസ്ത്രീയമായ തെളിവുകളൊക്കെ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും ചില സാധ്യതകൾ വരുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യപ്പെടാം. രാഹുൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പോലീസ് നടപടികളുടെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടാവുന്നതിനും സാധ്യതയുണ്ട്. ഇനി അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നിരിക്കട്ടെ, അദ്ദേഹം സഭയിൽ വരികയാണ്. അപ്പൊ സ്പീക്കറുടെ ദയാദാക്ഷിണ്യം വേണ്ടി വരും. ഇദ്ദേഹത്തെ സ്വതന്ത്ര എം ആണല്ലോ, കോൺഗ്രസ്സുകാർക്ക് വേണ്ടാതെ അവരെ പുറത്താക്കിയത് കൊണ്ട് സ്ഥാനം മാത്രം, ആ ഒരു ഇമ്മ്യൂണിറ്റി മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ കിട്ടത്തുള്ളൂ. ആണ്. പക്ഷെ അവരുടെ കൂടെ ഇരുത്തത്തുമില്ല. കോൺഗ്രസ് മാരുടെ കൂടെ ഇരുത്തത്തില്ല. അദ്ദേഹത്തിനെ അങ്ങോട്ടെങ്ങാനും മാറ്റി, നമ്മൾ പറഞ്ഞില്ലേ, പനി ഒക്കെ വരുന്ന, സാംക്രമിക രോഗം വരുന്ന ആളുകളെ മാറ്റിയിരുന്ന പോലെ മാറ്റിയിരുത്തേണ്ടി വരും. ഇദ്ദേഹത്തിന് സഭയിൽ ഒരു സംരക്ഷണവും കിട്ടുകയില്ല. സഭയിൽ കോൺഗ്രസ് അംഗങ്ങളുടെ സംരക്ഷണവും കിട്ടുകയില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്പീക്കർ ഷംസീറാണ് അദ്ദേഹത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത്. അദ്ദേഹം സംസാരിക്കണോ വേണ്ടായോ എന്നുള്ള കാര്യങ്ങളിലും. പക്ഷെ ഇപ്പം വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് വലിയ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. രാഹുലിന്റെ നിയമസഭാ പ്രവേശനവും അല്ലെങ്കിൽ രാഹുലിന്റെ എംഎൽഎയുമായി തുടരുന്നതിന്റെ ധാർമ്മികത, ഇതൊക്കെ കോൺഗ്രസിനകത്ത് ഒരു വലിയ വിഷയമായിട്ട് മാറുകയാണ്. നിയമസഭ ചേരുന്നതിന് മുമ്പ് തന്നെ വല്ലാത്തൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തെല്ലാം പ്രസ്താവനകൾ! ആദ്യം നമ്മുടെ KPCC പ്രതിപക്ഷ നേതാവാണ് ആദ്യം പറഞ്ഞത്, ഞാൻ എന്റെ വലിയ ഹൃദയവേദനയോടുകൂടിയാണ്, എന്റെ ഹൃദയം പറിച്ചെറിഞ്ഞു കളയുന്ന വേദനയോടുകൂടിയാണ് രാഹുലിനെ പുറത്താക്കുന്നത്, അത്രയേറെ വിഷമമുണ്ട്, എങ്കിലും ധാർമ്മികത മുൻനിർത്തി ഞാനത് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ നോക്കുക. ഇന്നലെ UDF കൺവീനർ അടൂർ പ്രകാശ് പറയുന്നത് നമ്മൾ കേട്ടില്ലേ? അടൂർ പ്രകാശ് പറഞ്ഞത്, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ വെറുതെ വിടാനൊക്കത്തില്ല, അങ്ങനെ ഞങ്ങൾക്ക് കൈയൊഴിഞ്ഞു മാറാനൊക്കത്തില്ല, ഇതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ട് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കുക, പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയുന്നു, KPCC പ്രസിഡന്റ് അതിനെ പിന്താങ്ങുന്നു. അതിന് വിരുദ്ധമായ അഭിപ്രായമാണ് UDF കൺവീനറുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അദ്ദേഹം പറയുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ്, അടൂർ പ്രകാശിന്റെ വാക്കുകൾ അങ്ങനെയാണ്, ഇത് വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഏത് തെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരം ചില ആരോപണങ്ങളൊക്കെ എതിർ കക്ഷികൾ ഉന്നയിക്കാറുണ്ടെന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തിനെതിരെയും വന്നിട്ടുണ്ടായിരുന്നു. പണ്ട് സരിത കേസിൽ അദ്ദേഹത്തിന്റെ പേരും പ്രസ്ഥാനത്തൊക്കെ വന്നിരുന്നു, അദ്ദേഹത്തിന് പരാതി വന്നിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ. അപ്പൊ അതുകൊണ്ട് അതിനെ ആ രീതിയിൽ അങ്ങ് കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. എന്ന് പറയാൻ രാഹുൽ ഒരു കവചമൊരുക്കുന്ന രീതിയിലാണ് UDF കൺവീനറുടെ പ്രസ്താവന വന്നത്. അതേപോലെ തന്നെ ഇന്നലെ ഉച്ച കഴിഞ്ഞ ശേഷം വന്ന മറ്റൊരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ UDFന്റെ മുൻ കൺവീനറായിട്ട് ഉണ്ടായിരുന്ന ശ്രീ MM ഹസന്റെ പ്രസ്താവനയാണ്. അദ്ദേഹം ഒരു പടി കൂടെ കടന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇപ്പോഴേ CPM നമ്മള് പഴയ നാട്ടിൻപുറത്ത് കേൾക്കുന്നത് പോലെ കല്ല് കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് പറയുന്ന ആളുകള് ഉണ്ടായിരുന്നത് പോലെ ഇപ്പം പരാതിക്കാരുണ്ടോ, പീഡന പരാതിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച് നടക്കുന്നെന്നാണ് പറയുന്നത്. അതിലുപരിയായിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കളഞ്ഞു. കോൺഗ്രസിന്റെ വനിതാ MLA മാരും വനിതാ നേതാക്കന്മാരും നിങ്ങൾ ഉത്തരവാദിത്തമില്ലാത്ത പണിയാണ് കാണിച്ചെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഉത്തരവാദിത്തരഹിതമായ പ്രസ്താവനയാണ്. അതേപോലെ നമ്മുടെ ഉമാ തോമസ് അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. പാർട്ടിയുടെ പ്രസ്താവന വരുന്നതിന് മുമ്പ് തന്നെ, പാർട്ടി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു പ്രസ്താവന ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ അവരെ പിന്തുണച്ചുകൊണ്ട് വന്നത് ഈ രാഹുലിനെതിരായിട്ട് വന്നൊരു പ്രവർത്തന KK രമ MLA-യുടേതാണ്. KK രമ ഈ കോൺഗ്രസ് പാർട്ടിയിലല്ലാത്തതുകൊണ്ട് അവർക്ക് അതിന് ബാധകമാകുന്നില്ല. പക്ഷേ ഷാനിമോൾ ഉസ്മാൻ അങ്ങനെയൊക്കെയുള്ള KPCCയുടെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, അവരും ഒക്കെ രാഹുലിനെതിരായി പ്രസ്താവന ഇറക്കിയവരാണ്. അപ്പൊ ഈ വനിതാ നേതാക്കന്മാരെ അപ്പൊ പെട്ടുപോയി കിടക്കുന്നത്. ഇപ്പൊ രാഹുൽ സഭയിൽ വരികയാണ്, അത്തരം കാര്യങ്ങളിലൊക്കെ വരും, അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരുപക്ഷെ സ്പീക്കർ രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ട് ചിലപ്പോൾ അനുവദിച്ചു കൊടുത്തെന്നിരിക്കട്ടെ. അങ്ങനെ ഉമാ തോമസിന് സഭയിൽ ഇരിക്കാൻ പറ്റുമോ? അവരെങ്ങനെ കേട്ടുകൊണ്ടിരിക്കും? ഇത്തരം ന്യായീകരണങ്ങളൊക്കെ അവരെങ്ങനെ കേട്ടുകൊണ്ടിരിക്കും? അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാര് രാഹുലിനെ പിന്താക്കുന്നവർ സംസാരിച്ചാൽ അവരെന്ത് ചെയ്യും?
അവര് കാര്യമായിട്ട് ബുദ്ധിമുട്ടിപ്പോവും. അവരെന്ന് പറഞ്ഞാൽ നിസ്സാര പറഞ്ഞില്ല, ഒരു നല്ല രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ പി ടി തോമസ്, അവരുടെ ഭർത്താവ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ കർശനമായ നിലപാടുള്ള ആളായിരുന്നു. അദ്ദേഹം MLA ആയിരുന്നു, MP ആയിരുന്നു. MP ആയിരുന്ന ആ സമയത്തൊക്കെ തൊടുപുഴ, ഇടുക്കിയിലൊക്കെയാണ് അദ്ദേഹം മത്സരിച്ചിട്ടുള്ളത്. അന്ന് പ്രകൃതി സംരക്ഷണം ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വരുമ്പോഴേ സഭ പിതാക്കന്മാർക്കെതിരെ വരെ ശക്തമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതാവായിരുന്നു പി ടി തോമസ്. അതിന്റെ പേരിൽ അത് ഒരുപാട് ദുരന്തങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടെ തോൽക്കേണ്ടി വരാൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നോക്കുക, ഒരു സിനിമാ നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടില്ലേ? ആ നടി ആക്രമിക്കപ്പെട്ട ആ കേസ് നേരെ ആക്കിയെടുത്തത്, അല്ലെങ്കിൽ അത് തെളിവില്ലാതെ തള്ളിപ്പോകേണ്ട ഒരു കേസായിരുന്നു. നടി ആക്രമിച്ച കേസിൽ കർശനമായ നിലപാടാണെന്ന് പി ടി തോമസ് എടുത്തത്. ആ നടി തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പി ടി തോമസ് എന്നുള്ള MLA ഇല്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹം ഒന്ന് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് തന്നെ വരികയില്ലായിരുന്നു. കേസ് തന്നെ ലൈം ലൈറ്റിലേക്ക് വരികയില്ലായിരുന്നു. അവരുടെ സ്വാധീനം കൊണ്ട്, എതിരാളിയുടെ നടന്റെ സ്വാധീനം കൊണ്ട് ആ കേസ് തന്നെ തേഞ്ഞു മാഞ്ഞു പോകുമെന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ അങ്ങനെ സ്ത്രീ സംരക്ഷണം ഒരു മുദ്രാവാക്യമായ കുടുംബമാണ്. അവിടെ നിന്നാണ് ഉമാ തോമസ് വരുന്നത്. പക്ഷെ ഇപ്പൊ അവർക്ക് രക്ഷയൊന്നുമില്ല. അതിഭീകരമായ സൈബർ ആക്രമണമാണ്. അവർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിൽ, അല്ലെ, അവരുടെ ജീവനെ പോലും വിലവെച്ചുകൊണ്ട് ആണ് ഇവർ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആരൊക്കെയാണെന്ന് അറിയത്തില്ല, മറിഞ്ഞിരുന്നുകൊണ്ട് ആക്രമിക്കുകയാണ്. കോൺഗ്രസ്സുകാരാണെന്ന് അവര് പറയുന്നു, ഇത് എതിരാളികൾ പറയുന്നു, അതല്ല ഇവരുടെ വിരോധമുള്ള CPM DYFIക്കാരൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തായാലും അവര് ഇത് പിന്നീട് അവർ സംസാരിച്ചിട്ടില്ല. ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് നിയമസഭ കാണാൻ പോകുന്നത്? നിയമസഭ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്? മുമ്പേ വിജയ് സൂചിപ്പിച്ച പോലെ മൃഗശാലയിൽ കേട്ട ശബ്ദങ്ങൾ, മൃഗശാലയിലെ മൃഗങ്ങൾ തന്നെ ഭയന്ന് ഓടുമോ? അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരൊക്കെ തൊട്ടടുത്തിതാ ഒരു കഷ്ടിച്ചര കിലോമീറ്റർ അകലെയുള്ള നിയമസഭാ മന്ദിരത്തിനകത്തുണ്ടോ എന്നൊക്കെ അവർക്ക് പോലും സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ആയിരിക്കും സഭയിൽ നിന്ന് വരുന്നതെന്നാണ് എനിക്ക് ഈ മുരളീധരന്റെ പ്രസ്താവനയ്ക്കകത്ത് കൂടെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്.